ഡിഫറൻസിയേഷൻ ആയിരുന്നു കണ്ടിരുന്നത്. നൗ കം ടു ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. ഈ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ക്ലോസ്ഡ് ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ, അതായത് നമ്മൾ കാൽക്കുലസിലാണെങ്കിൽ ഇൻ്റഗ്രേഷൻ നമ്മൾ എടുക്കുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലേ നമ്മുടെ തന്നിരിക്കുന്ന ഇതിലോട്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫോമുലകളിലോട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നു, എഴുതുന്നു, ദെൻ ഡയറക്ട്ലി ഫോമുല അപ്ലൈ ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ. പക്ഷേ ഒരു ക്ലോസ്ഡ് ഫോമോ ദാറ്റ് ഈസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റാദർ വി ഹാവ് സം n+1 points, ordered pairs are there, that is xi's and yi's. Okay, most of the practical situation നമുക്ക് ഇതായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻ ദാറ്റ് സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിലോട്ട് വരുന്നത്. However, it may be in many applications the function may not be expressible in a closed form as in the example, but it is available only in the tabular form. In that situation നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നു. ഇവിടെ ഈ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ, നൗ കം ടു okay, various integration formulas are devised by approximating the integral over one sub. ഇവിടെ എല്ലാം നമ്മൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ a to b fx dx അല്ലേ. ഡെഫിനറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ലിമിറ്റ്സ് ആർ അവൈലബിൾ അല്ലേ. ജനറലി നമ്മൾ പറയും ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ പറയും ഇൻ്റഗ്രലിനെ എഴുതുമ്പോൾ. ദറ്റ് ഈസ് ഇൻ്റഗ്രേറ്റ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇസ്ന്റ് ഇറ്റ്? ഹലോ, ഓക്കെ. ഇനി ഡെഫിനറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ് ആർ അവൈലബിൾ ഫ്രം എ ടു ബി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാന്ന് പറയും അല്ലേ. സോ ഇവിടെ ഈ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ വരുന്നിടത്തെല്ലാം നമുക്ക് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ റിയൽ ലൈഫ് ആപ്ലിക്കേഷനിലോട്ടൊക്കെ നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷനിലും അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, നൗ വേരിയസ് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് ആർ devised by approximating the integral over one subinterval or a large subinterval or two consecutive subintervals, or in general or a large subinterval of k consecutive subinterval at a time. Say xi plus 1, xi plus 1, xi plus 2 up to xi plus k minus 1, xi plus k. Okay, that is I varies from 1 to 1 plus k, 1 plus 2k, etc. നമ്മൾ സി ലാസ്റ്റ് ടൈം ഇത് വേറൊരു വേയിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് x2 x0 to xn എന്ന് പറയുന്ന ഒരു ഇന്റർവെലിനെ ഡിഫറെന്റ് ഇന്റർവെലുകളായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യും? x0 to x1, ഇതിനെ നമ്മൾ ഡിഫറെന്റ് ഇന്റർവെലുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. then x0 to x1, then x1 to x2 അല്ലേ, then x2 between x2 and x3. അതായത് നമ്മുടെ എൻ്റെ ഇന്റർവെലിനെ എ ബി എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇന്റർവെൽ, ഇന്റഗ്രേറ്റ് എ ഫംഗ്ഷൻ വിത്തിൻ ദ ഇന്റർവെൽ എ ബി എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫറെന്റ് സബ് ഇന്റർവെലുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ഹലോ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഞാൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രശ്നം വല്ലതും ആണോ എന്നുള്ളത്. ഇവിടെയും മഴയൊക്കെയാണ്, നമ്മുടെ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നെറ്റ്വർക്ക് ഇടയ്ക്ക് സം ഇഷ്യൂസ് മേ ബി ദർ. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സി xi തൊട്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. അതായത് ഡിഫറെന്റ് ഇന്റർവെലുകളായിട്ട് സബ് ഇന്റർവെലുകളായിട്ട് k കോൺസിക്യൂട്ടീവ് സബ് ഇന്റർവെലുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് എൻ്റയർ ഇന്റർവെലിനെ. ഓക്കെ, the required value of the definite integral over the entire interval AB is sum of the integrals over disjoint combination of these sub-intervals of k consecutive sub-intervals of the form this. Okay, അപ്പോൾ നമുക്ക് x0 to x1 അല്ലെ a to b എന്ന് പറയുന്നതിനെ നമ്മൾ സപ്പോസ് എയെ നമ്മൾ x0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് x1, ദാറ്റ് ഈസ് x0യ്ക്കും x1നും ഇടയ്ക്ക് ഒരു ഇന്റർവെൽ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ദെൻ ഇന്റഗ്രേറ്റ് വിത്തിൻ ദ ലിമിറ്റ്സ്
x1 to x2 up to b equal to xi. ഓക്കെ, ഇനി നമ്മൾ k സബ് ഇന്റർവെലുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. The methods differ in the choice of k and in the choice of polynomial for representing the integral over the larger if to k greater than or equal to 2. Subinterval consisting of k consecutive subintervals for I varies from 1 to എവിടെ വരെ വരും y plus k വരെ വരും. ഓക്കെ, now different methods are there. ഇതേപ്പറ്റി ഓർത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് 3 methods are there. One is a rectangular rule, then trapezoidal rule and Simpson's 1/3 rule. Okay, hello. Yes, ma'am. Okay, now first one is the rectangular rule. We approximate the integral over an interval xi plus 1 equal to h. See, we know that the difference between these interval I and xi and xi plus 1 equal to h, the difference between these two. Okay, that is xi to xi plus 1 fx dx equal to c xi plus 1 minus xi into f of xi, that is h into f of xi. Is it clear? Yes, ma'am. Okay, now see, ഇത് നമ്മൾ ഒരു ഇന്റർവെല്ലിന്റെ താഴെ നിന്ന് നമ്മൾ ചെയ്തത്. Now we adding over all the intervals and denoting f of xi equal to, see അതിന്റെ notation, f of xi equal to f of I equal to yi അല്ലേ, y equal to f of x ആണ്. So at different points of xi's, the corresponding functional values are f of xi or f of I or yi. The formula may be written as c എങ്ങനെ വരും, h into ഇവിടെ f of xi എന്ന് പറയുന്ന yi ആണ്. Okay, is it clear? The integral between xi to xi plus 1 fx dx will be h into f of xi, functional value at the lower limit, that is up to എവിടം വരെ വരും, that is a to b നമ്മൾ xi to n ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. That is we have n minus 1 intervals are there. Okay, is it clear? Hello. Yes, ma'am. Okay, Yes, miss. so നമുക്ക് ഇതിനെ ഓരോ ഇന്റർവെല്ലും ഒരു ആദ്യത്തെ ഇന്റർവെല്ലിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏത് വരും, h into f of x naught, then h into f of x naught എന്ന് പറയുന്നതാണ് y naught, then y1 h into y1 h into y2 up to last ഇന്റർവെല്ലിൻ്റെ അകത്ത് ഏത് വരും, സബ് ഇന്റർവെല്ലിൻ്റെ അകത്ത് h into yn minus 1 വരും. That is in general integral a to b fx dx will be equal to the difference between the interval, that is h, into the functional value at y0 y1 y2 up to yn minus 1. This is the general formula for the rectangular rule. Is it clear? Yes, ma'am. Okay, h എന്ന് പറയുന്ന ആ ഇന്റർവെല്ലിന്റെ ലെങ്ത്, ഓരോ ഇന്റർവെല്ലിന്റെ ലെങ്ത് values are there available. See, we have only xi yi's are available, that is h into yn minus 1. That is what the value of this, the integral from a to b fx dx. ഇതാണ് x not equal to a അല്ലേ, ഇതൊരു ഇന്റർവെൽ, സെക്കൻഡ് ഇന്റർവെൽ up to n minus 1th interval. Okay, the rectangular rule is more of theoretical curiosity as it is hardly used in applications.
especially in view of the fact that for k equal to 1 interval almost equally simple both theoretically and computationally. Rule called trapezoidal rule is available. Other next നമ്മൾ പഠിക്കുന്നതാണ്. Notation. We notate this as integration over rectangular function. അതാണ് IR of f എന്ന് കൊടുത്തിരിക്കുന്നത് ഇവര്. Integral of the function f through rectangular rule. And error means actual value minus calculated value. അല്ലേ, അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. There may be some errors, right? നമ്മൾ ഈ xi yi പോയിന്റ്സുകളാണ് നമ്മുടെ ഉള്ളത്. ആക്ച്വൽ വാല്യൂ ആയിട്ട് നോക്കുമ്പോൾ ഒരു എറർ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഓക്കെ, ഈ റെക്ടാങ്കുലർ റൂളിനകത്തും ട്രപ്പൈസോഡിൻ്റെ അകത്തും സിംസൺസ് റൂളോ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും സം എറേഴ്സ് മേ ബി ദർ. സോ ദ എറർ വിൽ ബി ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് the calculated value. Is it clear? Yes, ma'am. Okay. When more than two nodal, ഈ പോയിന്റ്സുകളെല്ലാം നമ്മൾ നോഡൽ പോയിന്റ്സുകൾ എന്നാണ് പറയുന്നത്. x1, x2, xis are nodal points are involved and at least area of two rectangles is involved in IR. IR means integration over the rectangular rule. Then the rule may be called composite rectangular rule, but in all cases generally we termed as rectangular rule. Generally നമ്മൾ composite rectangle more than one വരുമ്പോൾ composite rectangular എന്ന് വേണമെങ്കിൽ പറയാം sometimes, or we can call it as rectangular rule. Is it clear? Yes, ma'am. Okay. അപ്പോൾ ഈ ഫോർമുല ഒന്ന് എഴുതിയെടുത്തോളൂ റെക്ടാങ്കുലർ റൂളിന്റെ. That is xi to xi plus 1 fx dx equal to xi plus 1 minus xi into f of xi, which is equal to h into f of xi. എഴുതിയോ? Yes, ma'am. Ready. ഓക്കെ. സി, ഇതാ റെക്ടാങ്കുലർ ഫോമിലോട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇത് ദിസ് ഈസ് നോൺ ആസ് ദ റെക്ടാങ്കുലർ റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റിൻ്റെ നമ്മൾ ആ റെക്ടാങ്കുലർ ഫോമിലോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. ഓക്കെ. Okay, now let us do one problem. Evaluate 0 to 1 e raised to minus x square dx using rectangular rule. Okay. അപ്പോൾ നമ്മളിതിനെ ഡിവൈഡ് ചെയ്ത് 2 പോയിന്റ്സ് എടുത്തിരിക്കുകയാണ്. സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ഇത്ര ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം, ഇത്ര ഇന്റർവെൽസ് ആക്കി എടുക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എടുക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 എങ്കിലും എടുക്കുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ തന്നിട്ടില്ല, സംടൈംസ് നമുക്ക് പോയിന്റ്സ് മാത്രമേ നമ്മുടെ ഉണ്ടാവത്തുള്ളൂ. ദാറ്റ് ഈസ് x ഈക്വൽ ടു 0 to 1. അതിനെ നമ്മൾ 0.5 h ഈക്വൽ ടു 0.5 എന്ന് കൊടുത്ത്
നമ്മൾ 2 ഇൻ്റർവെല്ലെങ്കിലും ആക്കി എടുത്തിരിക്കുവാണ്. 0 to 1നെ 0.5 1 അല്ലേ? ഇത് x0 x1 x2. Is it clear? Hello? Yeah, Okay. clear. Then അതിൻ്റെ functional values, അതായത് this is y0, this is y1, this is y2. Okay. Now taking h equal to 0.5, then integral of rectangular rule equal to h into എങ്ങനെ വരും? f0 y0 plus y1 അല്ലേ? Is it clear? ഇതാ y0നെ ഇവർ ആ നൊട്ടേഷൻ വേറെ ഒന്ന് മാറ്റി എഴുതി എന്നുള്ളതേ ഉള്ളൂ. Is it clear? When we have two intervals, the integral it will be equal to integral over 0 to 1 fx dx തന്നിരിക്കുന്ന ഫങ്ഷണൽ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. Then the by rectangular rule the integral will be equal to h into y0 plus y1. Is it clear? Yes, ma'am. Okay. ആ വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത്. ചെയ്തേ.
Yes, ma'am. ചെയ്തോ? സെക്കൻഡ് വൺ ചെയ്തോ? രണ്ടാമത്തെ ആള് ചെയ്തോ? ചെയ്തോണ്ടിരിക്കുകയാണ് മിസ്. ഓക്കെ, ചെയ്തോളൂ. ചെയ്തിട്ട് പറഞ്ഞാൽ മതി, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. വാട്ട് അബൌട്ട് ഡെൽജോ, ചെയ്യുന്നുണ്ടോ? ഹലോ, ഞാൻ ഇപ്പോ കേറിയല്ലോ. ആണോ? നെക്സ്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്തോളൂ. ഓക്കെ. നമ്മുടെ നൊട്ടേഷൻസ് ഇവർ മാറി മാറി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. വൈ ഐ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ ചെയ്തു മിസ്. പോട്ടെ, മുന്നോട്ട് പോട്ടെ. ആ ഡെൽജോ പോട്ടെ മുന്നോട്ട്. Okay. Now come to the trapezoidal rule. We approximate the function fx in the interval xi plus 1 by a straight line joining the points xi yi and xi plus 1 yi plus two random ordered pair eduthu. In case of rectangular rule, the rectangle is obtained by joining this one. For convenience, let us consider the integral in the first interval x naught x1. The line joining in the first interval, അതായത് നമ്മുടെ ഇന്റർവെലിനെ നമ്മൾ എക്സ് നോട്ട് അല്ലെ എ ടു ബി യെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കും. എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു അപ് ടു എവിടം വരെയാണ് എക്സ് എൻ വരെ. ഇതാണ് എക്സ് നോട്ട് ടു എക്സ് എൻ ആണ് നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻ ദ ഇന്റർവെൽ എക്സ് നോട്ട് എക്സ് വണ്ണിലെ കറസ്പോണ്ടിങ് വൈ വാല്യൂസ് ആർ വൈ നോട്ട് വൈ വൺ അല്ലേ? ഹലോ, Yes, ma'am. ഓക്കെ. അതപ്പോൾ ഫസ്റ്റ് ഇന്റർവെല്ലുള്ള നമ്മൾ നോക്കുകയാണ്. പിന്നെ നമ്മൾ സമ്മിങ് അപ്പ് ചെയ്ത് ബാക്കി എന്ത് വരെ നമ്മൾ പോവുകയാണ്. ഓക്കെ, ഹിയർ വി ഹാവ് n+1 points and n intervals are there, right? Hello, is it clear? Yes, ma'am. Okay. The line joining may be written from the Lagrange formula യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ട്രപ്പസോയ്ഡൽ റൂളിൽ y of x equal to c. നമ്മൾ ഇന്നലെ ലഗ്രാഞ്ചസ് റൂൾ വെച്ച് നമുക്ക് ഇന്നലെ എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം അത് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. x minus x1 by when we have only 2 points അല്ലേ? x minus x1 by x naught by x1 into y naught plus x minus x naught by x1 minus x naught into y1 and the x1 minus x naught equal to h. Right? Now we integrate fx dx, that is equal to integrate, we get the answer. നമ്മൾ ആ ഇന്റഗ്രേറ്റിനെ പറ്റി കൂടുതൽ ബോധർ ചെയ്യേണ്ട. We get the answer h by 2 into y naught plus y1. Okay, is it clear? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഇന്റർവെൽ, ആദ്യത്തെ ഇന്റർവെല്ലിൽ എക്സ് വൺ ടു എക്സ് നോട്ട് ടു എക്സ് വൺ ഇന്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് വൺ എഫ് എക്സ് ഡി എക്സ്, അതായത് ഈ ഒരൊറ്റ ഇന്റർവെല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ വി ഗെറ്റ് എച്ച് ബൈ ടു ഇൻറ്റു വൈ നോട്ട് പ്ലസ് വൈ വൺ എന്ന് പറയുന്ന ആരാ? വൈ നോട്ട് എന്ന് പറയുന്ന വൈ വാല്യൂ, എക്സ് വണ്ണിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ ഇസ് ദ വൈ വൺ, എച്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ these 2 points x naught and x1. Is it clear? Hello, യെസ് മിസ്. സാധാരണ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്മോൾ ഇതായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് കിട്ടുന്നെങ്കിൽ നമ്മൾ അതിന്റെ കറസ്പോണ്ട് ഇന്റഗ്രേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഏരിയ കണ്ടുപിടിക്കാനോ വോളിയം കണ്ടുപിടിക്കാനോ. ഓക്കെ, അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഇന്റഗ്രേഷൻ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഏരിയ ഒക്കെ സ്പെസിഫിക് ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ നമ്മൾ ചെയ്യുന്നത്?
ഇതിനെ സ്മോൾ റെക്ടാങ്കിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ട് അല്ലേ അതിനെല്ലാം കൂടി സമ്മപ്പ് ചെയ്യുവാണ്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. അതാണ് നമ്മൾ ഇന്റഗ്രേഷനകത്ത് ജനറലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്മോൾ വൺ എടുത്തിട്ട് നമ്മൾ അതിന്റെ ജനറൽ കേസ് ആഡിങ് ഓവർ ഓൾ ദി ഇന്റർവെൽസ് ദ ട്രപ്പസോയിഡൽ ഫോർമുല ഓർ റൂൾ മേ ബി റിട്ടൺ ആസ് in between a and b, that is h/2 into first interval ഏതായിരുന്നു y0 plus y1, സെക്കൻഡ് അകത്ത് y1 plus h/2 കോമൺ ആക്കി എടുത്തു. ഓക്കെ, വിതിൻ ബ്രാക്കറ്റ് y0 ഫസ്റ്റ് ഇന്റർവെലിനകത്ത് y0 plus y1, സെക്കൻഡ് അകത്ത് y1 plus y2 അപ് ടു ലാസ്റ്റ് വണ്ണിൻ്റെ അകത്തോ yn minus 1 plus yn. Is it clear? ഹലോ. Yes, ma'am. ഓക്കെ, ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് h/2 ഇൻറ്റു ഇവിടെ നോക്കിയേ y1 2 ടൈംസ് ഉണ്ട്, y2 2 ടൈംസ് ഉണ്ട്, അപ് ടു yn minus 1 2 ടൈംസ് ഉണ്ട് അല്ലേ. ഇവിടെ y0 yn 1 ടൈമേ ഉള്ളൂ. Is it clear? That is y0 plus 2 into y1 നോക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്, അവിടുത്തെ അകത്ത് ഇവിടെ ഒരു y2 വരും, അപ് ടു yn minus 1 2 ടൈംസ് വരും. സോ 2 into y1 plus y2 plus അപ് ടു yn minus 1 plus yn. ഓക്കെ, ഇനി ഈ 2നെ നമ്മൾ അകത്തോട്ട് കൊണ്ടുവന്നതാണിത്. y0 plus yn by 2 plus y1 plus y2 plus up to yn minus 1. Is it clear? ഹലോ. Yes, ma'am. ഓക്കെ, അപ്പൊ ഈ ഫോമിൽ വന്നിരിക്കെ ട്രപ്പിസോയിഡൽ റൂളിൻ്റെ അകത്ത് integration, that is we are given see n plus 1 points are there, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് n ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് ഇന്റർവെലിൻ്റെ അകത്ത് കിട്ടിയപ്പോൾ ഇനി നമ്മളതിനെ എല്ലാ ഇന്റർവെലിൻ്റെയും സമപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ജനറൽ ഫോർമുല ഈസ് എയ്തർ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക h/2 ഇൻറ്റു y0 പ്ലസ് yn പ്ലസ് 2 ഇൻറ്റു, അല്ലെങ്കിൽ ഈ ഫോർമുല h ഇൻറ്റു y0 പ്ലസ് yn ബൈ 2 പ്ലസ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സിന്റെ സം. ഇതൊരു ടേം, ഇത് അനദർ ടേം. ഓക്കെ, എല്ലാം ബ്രാക്കറ്റഡ് ആണ്, എല്ലാം പ്ലസ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല അല്ലേ.
Yes, ma'am. എഴുതിയോ? What about others? കഴിഞ്ഞു മിസ്. Okay. Now in the remark, if n greater than or equal to 2, then the number of nodal points are നമ്മുടെ exercise. Number of nodal points is at least 3 and the number of intervals is 2. അല്ലേ? 3 points ഉണ്ടെങ്കിൽ intervals 2 ആണ്. That is x0, x1 and x2. Right? 3 points are there. This is the first interval. This is second interval. We have at 2 intervals. In this case, the trapezoidal rule is also referred to as composite. More than, അതായത് സിംഗിൾ ഇന്റർവെലിനകത്ത് ചെയ്തിട്ട് മോർ ദാൻ വൺ ഇന്റർവെൽ വരുമ്പോഴത്തേനും കോമ്പസിറ്റ് എന്ന് കോൾ ചെയ്യുന്നു എന്നുള്ളത് പറയുന്നു. Geometrically, the integral in an interval is approximated by the area of the trapezium. That is why this rule is known as the trapezoidal rule. Okay. See, ഇതൊരു ട്രപ്പീസിയമായിട്ടാണ് ഓരോ ഇന്റർവെല്ലിനെ നമ്മൾ എടുത്തിരിക്കുന്നത്. Is it clear? Yes. Okay. And ഇതിനെ നമ്മൾ we notate this integral by integral of the function f through trapezoidal rule. That is why നമ്മൾ മറ്റേടത്താണെങ്കിൽ റെക്ടാങ്കുലർ വന്നപ്പോൾ IR of f എന്നായിരുന്നു എഴുതിയിരുന്നത് അല്ലേ? സഫിക്സിൽ നമ്മൾ ഫോർമുലയുടെ പേര് വരാനായിട്ട് IT of f. That is the value of the integral of the function f through trapezoidal rule. And here also the error equal to actual minus the calculated value. Okay. Hello. മനസ്സിലായി മിസ്. Yes, ma'am. Okay, now let us do one problem. Find the approximate value of integrate I between 0 to 1 dx by 1 plus dx using trapezoidal rule with the n equal to 1, the number of intervals. Number of intervals 1 എന്ന് പറഞ്ഞാൽ 0 to 1, y0 and y1. Sorry, x0 and x1 മതി. അതിന്റെ corresponding y value നോക്കിയാൽ മതി. Is it clear? n equal to 1 എന്ന് പറയുന്നത് ഏതാ? That is the number of intervals. Is it clear? Hello? Yes മിസ്. Now our fx എന്ന് പറയുന്നത് ഏതാ തന്നിരിക്കുന്നത്? Integral dx by 1 plus x. This is y of x equal to f of x equal to 1 by 1 plus x. That is x not equal to, see നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെൽ മാത്രം ഡയറക്റ്റ്ലി എടുത്താൽ മതി. x not equal to 1, x1 equal, sorry, x not equal to 0, x1 equal to 1 and h എന്ന് പറയുന്നത് ഏതാ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ n. n എന്ന് പറയുന്ന 1 ആയിരുന്നു. So h equal to 1 and what about y naught? Y naught equal to, when x naught equal to 0, y naught equal to 1 and x1 equal to 1, y1 equal to 1 by 2. Is it clear? Yeah, yes മിസ്. Okay. By trapezoidal rule, when we have only one interval, what is that? H by 2 into y naught plus y1. അല്ലേ? That is I integral trapezoidal of the given function f equal to 1 by 2 into h equal to 1, h by 2 into y naught plus y1. Okay. Is it clear? Yes, ma'am. Okay. എന്നാ ചെയ്തേ. തനിയെ ചെയ്യുക. ഇത് എത്ര ഇന്റർവെൽസ് ഉണ്ടെന്ന് യൂഷ്വലി പറയാറുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക.
Yes, ma'am. Chidu. Hello, what about others? ചെയ്തു മിസ്. കിട്ടിയ ആൻസർ 0.75. ഹലോ, ആൻസർ കിട്ടിയോ? കറക്റ്റ് ആണ് മിസ്. ഓക്കെ, ഞാൻ കം ടു അനദർ പ്രോബ്ലം. നമുക്ക് സമയമുണ്ട്, ഒരു ഒരെണ്ണം കൂടെ ഉള്ളൂ. അത് നമുക്ക് ചെയ്തു പോകാം. 1-2 പ്രോബ്ലം കൂടെ ചെയ്യാം. ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ I equal to 0 to 1 dx by root of 1 plus x squared by trapezoidal rule dividing the interval 0-1 into 5 equal parts. Compute up to 5 decimals. 5 decimals എന്ന് അതായത് ഞാൻ ഡെസിമൽസ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ഫോളോ ദാറ്റ്. ഓക്കെ, ഹിയർ വി നോ ദാറ്റ് 5 ഈക്വൽ പാർട്സ് ആയിട്ട് 0 to 1 ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ h ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുന്നത്? b മൈനസ് a ടു b തന്നിട്ടുണ്ടെങ്കിൽ b മൈനസ് a ഡിവൈഡ് ബൈ n. ഇസ് ഇറ്റ് ക്ലിയർ? b മൈനസ് ഇന്റഗ്രൽ a ടു b, ഇന്റഗ്രൽ a ടു b തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എത്ര ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറഞ്ഞിരിക്കും. സോ b മൈനസ് a ഡിവൈഡ് ബൈ n. 5 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 0 by 5 which is equal to 0.2. Is it clear? Hello? Yes, ma'am. Okay. അപ്പോൾ നമ്മുടെ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് ഏത് വരും? 0, 0.2, 0.4, 0.6, 0.8, 1. സോ ഈക്വൽ പാർട്സ് എത്ര? സി 5 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ വി ഹാവ് 6 പോയിന്റ്സ് ആർ ദെയർ അല്ലേ? സോ 0 to 0.2 is one interval. This is one interval. Then 0.2 to 0.4 another interval, 0.4 to 0.6 another interval, 0.6 to 0.8 another interval, 0.8 to 1 another interval. That is 1, 2, 3, 4, 5. 5 intervals are there. Okay. Into 5 equal parts എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Dividing the interval. Is it clear? Yes, ma'am. Okay. ഇനി എന്താ വേണ്ട? നമുക്ക് y വാല്യൂ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. മനസ്സിലായി മിസ്. ഓക്കെ, അപ്പോൾ y വാല്യൂ എക്സിന്റെ ഇതാണ് നമ്മുടെ xi വാല്യൂസ്. ഓരോ xi വാല്യൂസിന്റെ കറസ്പോണ്ടിങ് ഈ ഫംഗ്ഷനിൽ y വാല്യൂ പുട്ട് ചെയ്യുക, എക്സ് വാല്യൂ പുട്ട് ചെയ്ത് വൈയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, 5 ഡെസിമലിന് കറക്റ്റ് ചെയ്ത് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ 5 ഡെസിമലിന് കറക്റ്റ് ചെയ്ത് വേണം ചെയ്തു വരാനായിട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ? Yes, ma'am. ഓക്കെ, ഇത് ചെയ്തേ, ഈ ടേബിൾ ആദ്യം ഫോം ചെയ്തേ. xis and yis.
Yes, ma'am. Table T. ചെയ്തോ? ടേബിൾ വാല്യൂ ചെക്ക് ചെയ്യണോ? അതാണ് സെയിം ഫക്ടർ. എന്തോ ചെക്ക് ചെയ്തോ? നിങ്ങൾ നോക്കിയോ ടേബിള്? Yes, ma'am. 0.98 x equal to 0, y 0 equal to 1 അല്ലേ? x equal to Yes, ma'am. 0.2, y equal to 0.98058, and x equal to 0.4, y equal to 0.92848, x equal to 0.6, y equal to 0.85749, x equal to 0.8, y equal to 0.78087, x equal to 1, y equal to 0.70711. കിട്ടിയല്ലോ? Now apply the formula. I equal to integral over ഇവിടെ വേണേ IT of f എന്ന് വേണേ ഇടാം. By trapezoidal formula h by 2 into y naught plus yn എന്ന് പറയുന്നത് ഇവിടെ 5 plus 2 into y1 plus y2 plus intermediate. ഓക്കെ, വാല്യൂ പുട്ട് ചെയ്യുക, കണ്ടുപിടിച്ചേ.
Yes, ma'am. കിട്ടിയോ? Yes, ma'am. എത്ര കിട്ടിയ ആൻസർ? 0.88. 0.8016. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? എന്തായി? ഹലോ ശ്രീകുട്ടി, ചെയ്യുന്നുണ്ടോ? ഹലോ ഹലോ ശ്രീകുട്ടി, ഹലോ. ഫൈനൽ ഔട്ട്പുട്ട് ഓക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ, മിസ്. ചെയ്തു, ചെയ്തിട്ട് മുന്നോട്ട്. ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? മിസ്സെ കേക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ. കഴിഞ്ഞു മിസ്. കിട്ടിയല്ലോ അല്ലേ? 0.88016. ഓക്കെ, ഒരു അതെ. പ്രോബ്ലം കൂടി ചെയ്യാം. ഇന്ന് നമുക്ക് സമയമുണ്ട്, ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. പിന്നെ നമ്മൾ സിംസൺസ് ഫോമുലയും കൂടി ഉള്ളു ഇന്ന് നോക്കാൻ. അടുത്ത ദിവസം അടുത്ത യൂണിറ്റ് കൂടി എടുക്കാം. നാളെ കൊണ്ട് തീരുവല്ലേ ക്ലാസ്? ഓക്കെ, നൗ ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to 6 2 plus sin 2 root x dx using trapezoidal rule with 11 points. 11 points എന്ന് പറയുന്നത് നമുക്ക് എത്ര ഇന്റർവെൽ വരും? 10 ഇന്റർവെൽസ് വരും അല്ലേ? ഹലോ. Yes, ma'am. ഓക്കെ, അത് നമുക്ക് തന്നിരിക്കുന്ന y of x എന്ന് പറയുന്നത് എത്രയാണ്? 2 plus sin 2 root x. sin തീറ്റ എന്ന് പറയുന്നതാണ് 2 root x വന്നിരിക്കുന്നത്. To generate 11 points we use h equal to ഏതാണ്? b minus a divided by 10. Okay, that is equal to 0.5. The points are 1, 1.5, 2, 2.5, 3, 3.5, 4, 4.5, 5, 5.5 and 6. Is it clear? Yes, ma'am. ഓക്കെ, ഇനി നമ്മുടെ ഓരോ കറസ്പോണ്ടിങ് പോയിന്റുകളുടെ മുമ്പേ ചെയ്ത പോലെ തന്നെ ടാബുലർ ഫോമിൽ എഴുതി പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ എത്ര പോയിന്റുകൾ വരും? 1 xis and yis. 1, 1.5, 2, 2.5 അല്ലേ? അപ് ടു എത്ര വരെ വരും? 6 വരെ. നമ്മളിവിടെ ടേബിൾ ഫോം ചെയ്ത പോലെ തന്നെ ഇവിടെ 6 പോയിന്റ്സ് ഉണ്ടായതുകൊണ്ട് ഇവിടെ 11 പോയിന്റ്സ് ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങളുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മനസ്സിലായി. എക്സിന്റെ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം ചെയ്തു വരിക. അല്ല നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും.
ഇവിടെ നമ്മൾ വിത്ത് 11 പോയിന്റ്സിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എത്ര നമ്പറിന് ഡെസിമലിന് കറക്റ്റ് ചെയ്യാന്ന് പറയാൻ നമുക്ക് 4 എണ്ണത്തിന് കറക്റ്റ് ചെയ്ത് പോയാലും മതി കേട്ടോ. ഹലോ, വൈ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ കറക്റ്റ് 4 ഡെസിമൽ പ്ലേസസിന് സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ട്. Yes, ഹലോ, ma'am. ഓക്കെ. ഓക്കെ. സ്പെസിഫിക് ആയിട്ട് ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 4 ഡെസിമൽ പോയിന്റിന് കറക്റ്റ് ചെയ്തങ്ങ് പൊക്കോളുക.
Yes, ma'am. Pretty. വാല്യൂസ് കണ്ടുപിടിച്ചോ? Yes, ma'am. ഇനി ഫോർമുല അപ്ലൈ ചെയ്തേ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല h/2 ഇൻറ്റു y പ്ലസ് y11 അല്ലേ, പ്ലസ് 2 ഇൻറ്റു y1 അപ് ടു y10. ഇവിടെ നമുക്ക് 11 പോയിന്റ്സ് അല്ലേ ഉള്ളേ? സോറി, 11 പോയിന്റ്സ്. ഓക്കെ. So h/2 into y0 plus y11 plus 2 into y1 plus y2 plus y3 up to y10.
Yes, ma'am. കിട്ടി. എത്ര ആൻസർ കിട്ടി? എനിക്ക് ആൻസർ കിട്ടിയത് 8.003 8 ആണോ വരുന്നത്? നോക്ക്, ഇവിടെ ഫോർമുലയ്ക്കകത്ത് ഇവര് കൊടുത്തിരിക്കുന്നത് എന്താന്ന് നോക്കി, h/2 ഇത് +2 ഇൻറ്റു ആണ്. പക്ഷെ ഇവിടെ ഇപ്പുറത്തോട്ട് ചെയ്തു വന്നപ്പം 0.5 ചെയ്തിരിക്കുന്നത്. ഈ സമ്മ് ശരിയാണോ? F1 പ്ലസ് ഹലോ, അല്ല മാം, എൻ്റെ കുറച്ച് ന്യൂമറിക്കലായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അതെ. അല്ല, ഈ പാർട്ട് ശരിയാണോ? ആദ്യത്തെ പാർട്ട് ഏതാ മാം? 3.92 ആണോ? 3.92 കറക്റ്റ് ആണോ? അല്ല, 3.92 അല്ല കിട്ടിയത്. ഞാനത് ചെക്ക് ചെയ്യാണ്ട് നേരെ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്തത്. വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യണോ? അതാ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് പോകുമെന്ന് ഞാൻ പറയുന്നത്. നമ്മളെ ഓക്കെ 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 വാല്യൂ ചെക്ക് ചെയ്യണോ? f(1) എന്ന് പറയുന്നത് എത്ര കിട്ടി? 2.9093 വരും. 4 ഡിജിറ്റ് ആണോ? ദെൻ അടുത്തത് 1.0174. 4 ഡെസിമലിനാണ് കറക്റ്റ് ചെയ്തേ? അതെ മാം, 4 ഡെസിമൽ എടുക്കാൻ പറഞ്ഞാൽ 4 ഡെസിമൽ. അപ്പം സെക്കൻഡ് വൺ ഇത് F6 എഴുതിയിരിക്കുന്നത്. സോറി F1 F1.5 എന്ന് പറയുന്നത് എത്ര കിട്ടും? 2.6382. ഹലോ, ഓക്കെ. F2 എന്ന് പറയുന്നത് 2.3081. F2.5 എന്ന് പറയുന്നത്, ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടോ? ശ്രീകുട്ടി കേൾക്കുന്നുണ്ട് മിസ്. ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, ശരിയാണല്ലോ അല്ലേ? നോക്കുന്നുണ്ട്. ഓക്കെ. F2.5 എന്ന് പറയുന്ന 1.9793 ആണോ? F3 എന്ന് പറയുന്ന 1.6831. നെക്സ്റ്റ് F(3.5) എന്ന് പറയുന്നത്, അതായത് Y അല്ലേ? Y(3.5) എന്ന് പറയുന്നത് 1.4353 ആണോ? Then F(4) എന്ന് പറയുന്നത് എത്രയാ? 1.2432. അതിൽ ചെറിയൊരു ഇതൊന്നുമില്ല, 1.25 ഒക്കെ വന്നത്. ഓക്കെ ഓക്കെ, അതാ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. കാൽക്കുലേറ്ററിലല്ലേ ചെയ്ത് നോക്കിയത്? അതെ മാം. ഓക്കെ, 1.25. ബാക്കി മുഴുവൻ 0 ആണോ വരുന്നത്? അതെ മാം. ഓക്കെ, അപ്പൊ 2 0 പിന്നെ 7. അപ്പം 25007 എന്നാണോ വന്നേ? അതെ മാം. അപ്പം 2501 എന്നാക്കണം. ഓക്കെ. വാട്ട് അബൌട്ട് ശ്രീകുട്ടി, എത്രയാ വന്നിരിക്കുന്നത്? 2501 ആണോ? 25007. ഓക്കെ, അപ്പം നാലാമത്തെ ഡിജിറ്റ്, അഞ്ചാമത്തേത് 5 ഓർ എബവ് ആണെങ്കിൽ ഇത് 1 ആയി. അപ്പൊ 1.2501 എന്നാവും അത്, ഈ വാല്യൂ. അതായത് F(4.5) അല്ലേ?
ദെൻ അടുത്ത എഫ് ഓഫ് 5 എന്ന് പറയുന്നത് 1.1083. ആണോ? Yes, ma'am. ദെൻ നെക്സ്റ്റ് വൺ എഫ് ഓഫ് 5 എന്ന് പറയുന്നത് 1.0287. Yes, ma'am. Then next one 1.0002. Yes, ma'am. ഓക്കെ, അപ്പൊ ഇനി ചെയ്തോ, ഇനി സം അപ്പ് ചെയ്തു വന്നേ. ചെറിയ വേരിയേഷൻ വരും.
കിട്ടിയോ? ഹലോ? കിട്ടിയോ പിള്ളേരെ? ചെയ്തോണ്ടിരിക്കുകയാണ് മിസ്. ഓക്കെ ഓക്കെ, ചെയ്തു ചെയ്തു. കഴിഞ്ഞു മിസ്. എത്ര കിട്ടി ആൻസർ? എനിക്ക് 8.13 1939. 39. ആ, ഇവിടെ അത് തന്നെയാണ് കറക്റ്റ് ചെയ്ത് 4 ഡെസിമലിന് കറക്റ്റ് ചെയ്ത 39 തന്നെ വരും. ഓക്കെ, ഈ നമ്മൾ വാല്യൂ വായിച്ചത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ മാത്രമേ ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നു. അല്ലേ? കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവാം. ശ്രീകുട്ടി മാത്രമേ ഉള്ളോ ഇപ്പൊ? എല്ലാരും പോയോ? ഓക്കെ, നമുക്ക് അടുത്ത ഒരു മെത്തേഡും കൂടി ഉണ്ട് നമുക്ക് ഇവിടെ. ഏതാ? ന്യൂമറിക്കൽ ഇന്റഗ്രേഷനകത്ത് ഇതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, സംടൈംസ് നമുക്ക് ഇങ്ങനെ ഫംഗ്ഷണൽ വാല്യൂ തരത്തില്ല, ഡയറക്ട്ലി എക്സ് ഐസും വൈ ഐസും അങ്ങ് തന്നേക്കും. ഓക്കെ, അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി വാല്യൂ അങ്ങ് പുട്ട് ചെയ്ത് വെച്ചാൽ മതി ഫോർമുലയ്ക്കകത്ത്. പിന്നെ എത്ര പോയിന്റ്സ് ഡിവൈഡ് ചെയ്യുന്ന നോക്കുക. ഇവിടെ നമുക്ക് 11 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 10 ഇന്റർവെൽസ് ആണ് വരുന്നത് അല്ലേ? അതും ആലോചിച്ചോണം. ഓക്കെ, now come to Simpson's 1/3 rule. Simpson's 1/3 rule or formula. In this case, the integral is evaluated over 2 intervals. ഇവിടെ നമ്മൾ Lagrange's method ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. That is intervals at a point, say x0, x1, x1, x2. The function fx is approximated by a quadratic passing through the points x0, y0, x1, y1, x2, y2. So Lagrange's formula use ചെയ്തിട്ട് നമുക്ക് 3 points are there, then integrate ചെയ്ത് വരുമ്പോൾ we get the general formula as, when we have 3 points, see, integral over x0 to x2 എന്ന് പറഞ്ഞാൽ we have 3 points, x0, x1, x2. That is ഇവിടെ മിനിമം 3 points വേണം, മറ്റേടത്തായിരുന്നെങ്കിൽ 2 ആയാലും മതി ട്രപ്പിസോയിഡിലാണെങ്കിൽ. സിംപ്സൺസിന് മിനിമം 3 points വേണം. Then the integral, corresponding integral value will be equal to h/3 into y0 plus 4 into y1. ഇതിന്റെ corresponding y value y0, ഇതിന്റെ corresponding y1, corresponding y2, right? So y0 plus y2 plus 4 into y1. ഫോർമുല മറന്നു പോകരുത്. Is it clear? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ ഫോർമുല ഒന്ന് എഴുതിയെടുത്ത്. when we have only 3 points, 2 intervals are there, then it will be integral over x0 to x2 എന്ന് എഴുതുമ്പോൾ നമ്മൾ ഓർത്തോണം, here we have 3 points x0, x1, see that 2 intervals are there, x0, x1, x1, x2.
കഴിഞ്ഞു മിസ്. Okay. Then summing up all the intervals we get, see, അടുത്ത രണ്ട് a to ba, x0 to x2, then x2 to x4. See, രണ്ട് ഇന്റർവെല്ലിനാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്തു പോകുന്നത് ഇവിടെ. 1/3 റൂളില്, സിംസൺസ് 1/3 റൂളില് ഇന്റഗ്രൽ ഈസ് ഇവാലുവേറ്റ് 2 ഇന്റർവെൽസ് ആണ്. അപ്പോൾ മിനിമം 2 ഇന്റർവെൽസ് എങ്കിലും നമുക്ക് വേണം, അതായത് 3 പോയിന്റ്സ് വേണം. ഓക്കെ, നെക്സ്റ്റ് 3 പോയിന്റ്സിൽ ചെയ്യുന്നത് x1, x2, x3 എന്ന് പറയുന്നത് 2 ഇന്റർവെല്ലിൻ്റെ അകത്ത് ചെയ്തു. നെക്സ്റ്റ് 2 ഇന്റർവെൽ എന്ന് പറയുന്നത് ഏതാ? x2 to x4, isn't it? അപ് ടു നമ്മുടെ ലാസ്റ്റ് ഇന്റർവെൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ ആദ്യത്തെ ഫോമുല നമുക്കറിയാം, ആദ്യത്തെ 3 പോയിന്റ് ദിസ് വൺ. ദെൻ അടുത്ത ഇന്റർവെല്ലിൻ്റെ അകത്ത് വരുമ്പോഴോ h/3 ഇൻറ്റു കോമൺ ആയിട്ട് y2 + 4 y3 + y4 ആയിരിക്കും. സിമിലർലി ലാസ്റ്റ് ഇന്റർവെല്ലിൻ്റെയോ yn -1 yn -2 അല്ലേ? സോ yn -2, സി ഫസ്റ്റ് പോയിന്റ് പ്ലസ് ലാസ്റ്റ് പോയിന്റ് പ്ലസ് മിഡിൽ പോയിന്റിന്റെ 4 ടൈംസ്. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ, മനസ്സിലായി മിസ്. സോ ഇത് ജനറൽ ഫോർമുല ഈസ് ദിസ് വൺ. നമുക്ക് ജനറൽ ഫോർമുല നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇന്റഗ്രൽ a to b fx dx ഈക്വൽ ടു h/3 ഇൻറ്റു ഫസ്റ്റ് വൺ ലാസ്റ്റ് വണ്ണിനും സി വേറൊന്നുമില്ല. സോ y0 + yn + 4 ഇൻറ്റു ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 4 y1 വരുന്നുണ്ട്, 4 y3 വരുന്നുണ്ട്, അപ് ടു yn -1. അതായത് ഓഡിന്റെ സമ്മിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. y1, y3, y5 എക്സെട്ര. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ, മനസ്സിലായി മിസ്. ഇവിടെ നോക്കിയേ, y2 രണ്ടെണ്ണം വരുന്നുണ്ട്, y4 രണ്ടെണ്ണം വരും. സോ ഇൻ ജനറൽ 2 ഇൻറ്റു y2, y4 അപ് ടു yn -2. ഈസ് ഇറ്റ് ക്ലിയർ? ഇതിന്റെ ലാസ്റ്റ് നെക്സ്റ്റിന്റെ ഫസ്റ്റ്. ഓക്കെ, മനസ്സിലായി. okay. Obviously, n should be chosen as a multiple of 2, that is an even number of for applying this formula. n1 plus n plus 1 points are there and n intervals are there. So generally we have h/2 into y0 plus yn. നമ്മുടെ പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? x0, x1 up to xn അല്ലേ? The corresponding values of y are y0, y1 up to yn. Then the integral over by Simpson's 1/3 rule, integral over a to b fx dx. ഈ a x0 എന്ന് പറയുന്ന എയും xn എന്ന് പറയുന്ന ബി ആ. ഈ ഇന്റർവെൽ എ ബി ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ h/3 ഇൻറ്റു y0 പ്ലസ് yn ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് പ്ലസ് 4 ഇൻറ്റു h/3 കോമൺ ആ, ബ്രാക്കറ്റിനകത്തുള്ളതാണ് ബാക്കിയുള്ളത്. 4 ഇൻറ്റു ഓഡ് 1 4 ഇൻറ്റു ബ്രാക്കറ്റിൽ y1 പ്ലസ് y3 പ്ലസ് അപ് ടു yn -1 പ്ലസ് 2 ഇൻറ്റു ഈവൻ നമ്പേഴ്സ് y2, y4 up to yn -2. Is it clear? Yes, miss. Okay. Okay, that is in Simpson's rule, number n plus 1 of nodal points must be odd and at least 3 ആയിരിക്കണം. 3 മിനിമം ഉണ്ടായിരിക്കണം and nodal point should be odd number ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഈവൻ നമ്പർ ഓഫ് ഇന്റർവെൽസ് വരത്തുള്ളൂ. Okay, is it clear? മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കുന്ന നോഡൽ പോയിന്റ്സ് നമ്മളോട് എ ടു ബി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോഡൽ പോയിന്റ്സ് എപ്പോഴും എടുക്കേണ്ടത് n+1 പോയിന്റ്സ് ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ 0 to n എന്ന് പറയുന്നത് n+1 പോയിന്റ്സ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, മനസ്സിലായി മിസ്.
Okay. And here also composite എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് 3 എങ്കിലും വേണം നമുക്ക്. അതിൽ കൂടുതൽ വരുന്നതാണ് നമ്മൾ കോമ്പോസിറ്റ്. If the parabola quadratic polynomials that can be fitted with at least 2, hence the number of nodal points is at least 5 and number of subintervals 4. Then the rule is also called composite Simpson's rule. അതായത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് 3 ആണ്. ഇനി അത് 5 ആയിരിക്കുവാണെങ്കിൽ ഓർ 5 ഗ്രേറ്റർ ദാൻ 3 വന്നു കഴിഞ്ഞാൽ അത് കോമ്പോസിറ്റ് സിംപ്സൺസ് റൂൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. The Simpson's 1/3 rule is very popular. It integrates exactly a cubic function or equivalently gives the area under a segment of cubic curve. 3 എണ്ണമാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ മിനിമം 3 പോയിന്റ്സ് വേണമെന്ന് പറഞ്ഞു അല്ലേ? That is, on the other hand, the trapezoidal rule integrates exactly if a linear function only. Okay. Now come to, that is in a notation, integral of the function f over Simpson's rule. Okay. Is it clear? മനസ്സിലായി. Okay. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Evaluate integral I equal to 0 to 0.8 dx by root of 1 plus x by Simpson's 1/3 rule, dividing the interval into 4 equal subintervals. Compute up to 5 places of decimal. 5 places decimal എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 4 ഈക്വൽ ഇന്റർവെൽസ് ആണ്, അതായത് n നമ്പർ ഓഫ് ഇന്റർവെൽസ് ആണ്. ദാറ്റ് ഈസ് n ഈക്വൽ ടു 4. h എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? b മൈനസ് a ബൈ n. ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.2. ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂസ് എങ്ങനെ വരും? 0, 0.2, 0.4, 0.6, 0.8. ദാറ്റ് ഈസ് this is one interval, this is second one, this is third one, this is fourth one. Is it clear? And find out the values corresponding to value of y corresponding to xi values. Then apply the formula. Is it clear? Hello? Clear ആയോ? ഹലോ. ഓക്കെ, ഈ y വാല്യൂ ഐഡന്റിഫൈ ചെയ്തേ നമുക്ക്. y വാല്യൂ കണ്ടുപിടിച്ചേ, എന്നിട്ട് നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം.
കറക്റ്റ് ആണ് വാല്യൂസ്. 5 പോയിന്റ്സിന് കിട്ടുന്നുണ്ട്. ഉണ്ട്, കറക്റ്റ് ആണ്. ഹലോ, ഓക്കെ, ഒരാളല്ലേ ഉള്ളൂ, വേറെ ആരെയും നോക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഫോമിൽ കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആണ്. ഓക്കെ, 1 0.92 sorry 91287 0.84515 0.79057 0.74536. ഓക്കെ, ഇനി നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് h/3 ഇൻറ്റു y0 പ്ലസ് y4 അല്ലേ, പ്ലസ് 4 ഇൻറ്റു ഏതാ നമ്മുടെ ഓഡ് നമ്പേഴ്സ് y1 പ്ലസ് y3 isn't it, പ്ലസ് 2 ഇൻറ്റു നമുക്ക് y2 മാത്രമേ വരുന്നുള്ളൂ, അടുത്ത് y4 ലാസ്റ്റ് വൺ ആയിരുന്നു, അതുകൊണ്ട് y4 ഇവിടെ വന്നു കഴിഞ്ഞു. എല്ലാം ഉണ്ടോ നോക്കണം, y0 y1 y2 y3 y4 അല്ലേ. ഫസ്റ്റ് h/3 ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് പ്ലസ് 4 ഇൻറ്റു ഓഡ് വൺ y1 y3 എക്സെട്ര, പ്ലസ് ഇവിടെ നമുക്ക് y3 വരെ ഉള്ളൂ, y5 ഇല്ല, റൈറ്റ്, പ്ലസ് 2 ഇൻറ്റു y2 മാത്രമേ വരുന്നുള്ളൂ. ഇതാ രണ്ടെണ്ണം, നമുക്ക് 3 പോയിന്റ്സ് വരുന്ന രണ്ടെണ്ണം അല്ലേ നമുക്ക് വരുന്നുള്ളൂ. 0 സി x0 y0 x1 y1 x2 y2 അല്ലേ. സിംപ്സൺ ഫോമിലേക്ക് 3 എണ്ണം നമുക്ക് വേണം, അതായത് 2 ഇന്റർവെൽസ് എങ്കിലും വേണം. ദെൻ അടുത്ത 2 ഇന്റർവെൽ എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണം, അതിനെയാണ് ഇവർ ആദ്യമേ അങ്ങ് രണ്ടായിട്ട് എഴുതി വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മൾ ഈ ജനറൽ ഫോമുല ഓർത്താം പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഉള്ളി 3 പോയിന്റ്സ് ആണെങ്കിൽ ഇത് മാത്രമേ വരത്തുള്ളൂ. y1 y2 y3 h/3 ഇൻറ്റു y0 പ്ലസ് 4 y1 പ്ലസ് y2. ഓക്കെ, അതായത് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് പ്ലസ് 4 ഇൻറ്റു y1 മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, പിന്നെ ഈവൻ വാല്യൂ ഒന്നും വരുന്നില്ല, ഈവൻ വാല്യൂ ലാസ്റ്റ് ആയിപ്പോയി. ആ ഒരു സെൻസിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി വാല്യൂ അപ്ലൈ ചെയ്തേ.
ചെയ്ത് കഴിഞ്ഞു മിസ്. ഓക്കെ, എത്ര കിട്ടി ആൻസർ? 0.68329 അല്ല 6. 326 ആണോ കിട്ടിയിരിക്കുന്നത്? 6 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാ? ഒന്നും കൂടെ വന്നോ? 666 എന്ന് പറഞ്ഞപ്പോ അപ്പം 327 വരും. അപ്പം 0.683266 അല്ലേ വന്നിരിക്കുന്നേ? 666. ഓക്കെ. സോ 5 ഡിജിറ്റിന് കറക്റ്റ് ചെയ്യുമ്പോൾ 6th 1 5 കൂടുതലല്ലേ? സോ ഇതെന്താവും? 7 ആവും. ഓക്കെ. ബാക്കി ഈ വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു, കറക്റ്റ് തന്നെ ആയിരിക്കും അല്ലേ? നമ്മുടെ വാല്യൂ നമ്മൾ കറക്റ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. എന്തായാലും ഈ യൂണിറ്റ് കൊണ്ട് തീർന്നു. നമുക്ക് അടുത്ത ദിവസം നാളെ നമുക്ക് ഏതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യാം. അപ്പൊ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് I equal to integral 0 to 1 dx by 1 plus x using Simpson's rule. 3 nodal points for Simpson's rule. 3 പോയിന്റ് എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 0 A B between ഒരെണ്ണം, x0 equal to 0, x1 equal to 0.5, x2 equal to 1, h equal to 0.5, that is equal to 1/2. Isn't it? നമ്മൾ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. h/3 ഇൻറ്റു f0 പ്ലസ് 4 ഇൻറ്റു f1 പ്ലസ് ദിസ് ഈസ് f2. ഇതാണ്. ഇവരെ വൈക്കും എഫിനും വാല്യൂ മാറ്റി കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട കേട്ടോ. y0 വെച്ച് തന്നെ കൊടുത്താൽ മതി. ദിസ് ഈസ് y0 പ്ലസ് 4 ഇൻറ്റു y1 പ്ലസ് y2. ഓക്കെ. വേറെ നൊട്ടേഷൻ യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ ഐഡന്റിഫൈ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി പോവുക. എക്സ് വൈ ന്റെ വാല്യൂസ് 0, 0.5, 1. ഇതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. വൈന്റെ വാല്യൂസ് കിട്ടി മിസ്. y വാല്യൂസ് എത്ര കിട്ടി? ആദ്യത്തെ 1, then 0.66, 1/1.5 കിട്ടുന്നല്ലേ? ഓക്കെ ഓക്കെ. എത്ര കിട്ടി? 0.666. അതെ. then അടുത്തത് 1/1/2. അതാണ് 0.5 വന്നിരിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ. ഇനി ഫോർമുല അപ്ലൈ ചെയ്തു.
മിസ് ഫൈനൽ ആൻസർ കിട്ടി എത്ര കിട്ടി? 0.3611 എന്നാണ് കിട്ടിയത്. 36 ആണോ? കിട്ടിപ്പോയോ? നോക്കട്ടെ. ആ 1.2/3. അയ്യോ മിസ് ഒരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ 4 ആ. ഇൻറ്റു ചെയ്തില്ലായിരുന്നു. ഓക്കെ ചെയ്തു വാ. ആ നോക്കി മിസ്, ഇപ്പോൾ കറക്റ്റാണ്. 0.694. 444 അല്ലേ? ഇപ്പൊ നമ്മൾ ആ. പോയിന്റ്സ് നമ്മളോട് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഡിജിറ്റിന് കറക്റ്റ് ചെയ്യാം. 4 എണ്ണത്തിന് അഞ്ചാമത്തെ 4 ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി 0.6944. സ്പെസിഫിക് ആയിട്ട് ഇത്ര ഡെസിമൽ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ. Okay. Now calculate the value of the integral 4 to 5.2 log x dx by trapezoidal rule and Simpson's rule. Assume h equal to, നമ്മളിപ്പോൾ h തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ h equal to, അതായത് സിംസൺസ് റൂളിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 3 പോയിന്റ്സ് എങ്കിലും വേണം. ട്രപ്പിസോയിഡൽ റൂളിൻ്റെ അകത്ത് നമുക്ക് 2 ആയാലും കുഴപ്പമില്ല, മിനിമം 2 എല്ലും വേണം അല്ലേ? ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ 0.2 എടുത്തു. ദാറ്റ് ഡിപ്പെൻസ്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അവിടെ ഓഡ് നമ്പർ ആയിരിക്കണം, അത് മറന്നു പോയത്. സിംസൺസ് റൂൾഡ് നമുക്ക് n+1 ഓഡ് ആയിരിക്കണം. ആ ഒരു ഇതിലേ നമ്മൾ എടുക്കാവുള്ളൂ എച്ചിനെ. എച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് എച്ച് തന്നിട്ടില്ല, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇന്റർവെൽസ് വേണമെന്നോ അല്ലെ ഇത്ര നമ്പർ ഓഫ് പോയിന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമുക്ക് ഓഡ് നമ്പറേ എടുക്കാവുള്ളൂ. ഓക്കെ, ഇവിടെ 0.2 എടുത്തിരിക്കുന്നത്. സോ 1 2 3 4 5 6 7 പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ലോഗ് എക്സിന്റെ ഒക്കെ വാല്യൂസ് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഈ പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കണം. നമ്മളിപ്പോ ക്ലാസ് ചെയ്യണമെന്നില്ല. ഓക്കെ, ചെയ്യണമെന്നുണ്ടോ ചെയ്യാം, നമുക്ക് 5 മിനിറ്റ് കൂടി ഉണ്ട്. ചെയ്ത് നോക്കിക്കോളാം മിസ്. ഈ വാല്യൂ ഇപ്പൊ ചെയ്യണോ? ജസ്റ്റ് f(0) f(1) ഒന്ന് നോക്കിക്കേ കാൽക്കുലേറ്റർ. നമുക്ക് ലോഗ് എക്സ് കിട്ടുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ്, നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകണം. എഫ് വാല്യൂസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ ഫോർമുലയിൽ ഇട്ട് നോക്കിയാൽ മതി. ഓക്കെ.
ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണല്ലോ കിട്ടുന്ന മിസ്. എന്ത് പറ്റി? ഇതിപ്പം ലോഗോ 4 അല്ലേ ഫസ്റ്റ്? ആ, കാൽക്കുലേറ്ററിൽ തന്നെയാണോ ചെയ്യുന്നത്? അതെ. ഒരു question. എനിക്ക് തെറ്റായിട്ടാണ് കിട്ടുന്നത്, ഇതിലെ വാല്യൂസ് അല്ല കിട്ടുന്നത്. എന്ത് പറ്റി? എനിക്ക് 1.386. നമ്മുടെ ലോഗ് എൻ, ലോഗ് എൽ എൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമില്ല കാൽക്കുലേറ്റർ. LGL കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നാച്ചുറൽ ലോഗരിതമാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കട്ടെ. കാൽക്കുലേറ്ററിന്റെ അകത്ത് LG ഉണ്ട്, LN ഉണ്ട്. നാച്ചുറൽ ലോഗരിതം അതാ കാൽക്കുലേറ്റ്, ആ ലോഗരിതാണ് എടുക്കേണ്ടത്. ഓക്കെ, അതില് നോക്കിയപ്പോ കറക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലായി, നമ്മൾ നാച്ചുറൽ Okay. ലോഗരിതാണ് എടുക്കേണ്ടത്. നാച്ചുറൽ ലോഗരിതം എന്ന് പറയുമ്പോൾ ഇപ്പൊ കറക്റ്റ് കിട്ടിയില്ലേ? അതാ ഞാൻ പറഞ്ഞ, ഇതിനകത്ത് കിട്ടി. നമ്മള് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത് ചെയ്ത് നമ്മൾ നോക്കണം. മനസ്സിലായി. ഓക്കെ ഇപ്പൊ കറക്റ്റാ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിപ്പം പഠിച്ചില്ലേ, നമ്മളത് നോക്കിയത് നന്നായില്ലേ? നമ്മളിപ്പോ അതെ. എക്സാമ്പിൾ നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് പോകാം. ഇനി ഈ വാല്യൂസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മാത്രം മതി. ബൈ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുമ്പോൾ ബൈ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക, ഡയറക്ട്ലി ഫോർമുല അപ്ലൈ ചെയ്യുക, ട്രപ്പിസോയിഡൽ റൂളിൽ അപ്ലൈ ചെയ്യുക, സിംസൺസ് റൂളിലും അപ്ലൈ ചെയ്യുക. ഓക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്തു. ഓക്കെ, ഇനി എറേഴ്സ് ഇൻ വേരിയസ് ഇന്റഗ്രേഷൻ ഫോർമുലാസ്. റെക്ടാങ്കുലർ റൂളിലെ എറർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇന്റഗ്രൽ A to B, ഇതാണ് നമ്മുടെ ലിമിറ്റ് ആണ്. ഇൻ റെക്ടാങ്കുലർ B minus A by 2 into ഫസ്റ്റ് ഡെറിവേറ്റീവ് at the point psi, then B minus A minus of B minus A into H square by 12 into F2 dash of psi. Then at Simpson's form 1/3 rule, minus of B minus A into H raised to 4 by 180 into functional value fourth derivative at the point psi, where x equal to psi is some point in AB ഒരു point for which first derivative, second derivative and the fourth derivative has the maximum numerical value. Okay, അപ്പൊ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാക്സിമം വരുന്ന, ഓരോ ഡെറിവേറ്റീവ് മാക്സിമം ന്യൂമറിക്കൽ വാല്യൂ വരുന്ന വാല്യൂ ഓഫ് എക്സ് ഇൻ ബിറ്റ്വീൻ ദ ഇന്റർവെൽ AB, അതായിരിക്കും ഇത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിലും നമ്മുടെ ഈ ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ചെയ്യുമ്പോഴും ഉള്ള എറർ ഉണ്ടാവും അവിടെ. ആക്ച്വൽ വാല്യൂ മൈനസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്ന ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ദീസ് തിങ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കണം. ബാക്കി പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മിസ്റ്റേക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ലോഗരിതം ചെയ്ത പോലെ തന്നെ കാൽക്കുലേറ്ററിൽ